ഹലോ, ഞാനിന്നിവിടെ അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഷ്ണം കുറച്ച് മീനാണ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, മുളക്, തക്കാളി, പിന്നെ മസാല ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങാപ്പാൽ നമ്മളിതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് തേങ്ങാപ്പാലുണ്ട്, പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കുകയാണ്. ഇത് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അങ്ങനെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഒരു അര ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഉലുവ മീൻ കറിക്ക് നല്ല രുചി കൂട്ടും, അപ്പോൾ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടട്ടെ ഈ ഉലുവ. നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ആക്കുകയാണ്. ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി ഒരു കളറൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അത് നല്ലോണം ഒന്ന് വഴറ്റട്ടെ. ഇനി ഇതിൻ്റെ കളർ ഏകദേശം മാറുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ആക്കുകയാണ്. ഇനി ഇത് നല്ലോണം കറിവേപ്പിലയെല്ലാം ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. ഒരു കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കണം. ഇതെല്ലാം നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറുന്ന വരെ ഇളക്കണം. ഇപ്പോൾ ഏകദേശം ചെറിയ ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയും അതേപോലെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കിടന്നിട്ട് നല്ലോണം മൂത്ത് കിടന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ തക്കാളി ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇതിലോട്ട് ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുകയാണ്. നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെയും കൂടിയും പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കുകയാണ്. ഇനി ഈ തക്കാളി ഒന്ന് വേവണ വരെ അതിൽ കിടന്നിട്ട് ഒന്ന് വേവണം തക്കാളി. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. അപ്പം നമ്മൾ നേരിട്ട് ചേർക്കല്ല, ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതെല്ലാം മിക്സ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. നേരിട്ട് ചേർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും രുചി കൂടെ ഇങ്ങനെ ചേർക്കുമ്പോഴാവും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാത്രത്തിലിട്ടിട്ട് എല്ലാ പൊടികളൊന്നും മിക്സ് ആക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്, നമ്മുടെ ഈ കറിയിലോട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞുള്ളിയുടെ ഒപ്പം ചേർത്തിട്ട് നല്ലോണം വഴറ്റുകയാണ് കേട്ടോ. ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒന്നും കൂടി കളർ കൂടും കേട്ടോ. കളർ നല്ല റെഡിഷ് കളർ ഉണ്ടാവും. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. സാധാ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാല നല്ലോണം ഒന്ന് പിടിക്കണം കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞുള്ളിയുടെ കൂടെയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കണം. അതേപോലെ അതിൻ്റെ പച്ചമണം മാറണം. അതുവരെ നമ്മളിങ്ങനെ വട്ടിക്കൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടിൻ്റെ കൂടെ നമ്മളിതും കൂടി മിക്സ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് നേരം നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. നമ്മുടെ മസാലയും അതേപോലെ ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സെറ്റായിട്ടുണ്ട്. പുളിയുടെ കൂടെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നമ്മുടെ മീൻ ചേർക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ ഇത് മീനിട്ടതിന് ശേഷം നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ എൻ്റെ എനിക്ക് ഒരു കയ്യിൽ ക്യാമറ പിടിക്കണതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിത് ചട്ടകം വെച്ചിട്ട് തന്നെ ഞാനിത് ഇളക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഈ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്നൊക്കെയാണ് പറയുക. അപ്പോൾ എനിക്കതിന് പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ചട്ടകം വെച്ച് ഇളക്കണത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം അതിലിട്ടിട്ട് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. മീൻ നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീനൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മളിവിടേക്ക് തേങ്ങാപ്പാൽ ഇടേണ്ട സമയം അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്യാണ്. തേങ്ങാപ്പാൽ ഇട്ടിട്ട് അധികം തിളപ്പിക്കാൻ പാടില്ല. ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് തിളപ്പിക്കാൻ കേട്ടോ. ഓവറായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് തിളപ്പിക്കാൻ. സ്പൂൺ വെച്ചിട്ട് എനിക്ക് വേറെ നിവൃത്തിയില്ലാട്ടെന്ന് ഞാൻ വീണ്ടും ചട്ടകം വെച്ച് തന്നെയാണ് ഇളക്കുക കേട്ടോ. കൈ വെച്ച് ചുറ്റാൻ പറ്റാവുന്നതാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് ഇനി ഒന്നൊരു ഇതായപ്പോൾ നമുക്കതിലോട്ട് മീൻ കറി ഇറക്കി വെക്കാം. ഇനി നമുക്കതിലേക്ക് കുഞ്ഞുള്ളി ഒന്ന് മൂപ്പിച്ച് ചേർക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് കുഞ്ഞുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി രുചി കൂട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മൂത്തതിന് ശേഷം, നല്ലോണം മൂത്തതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ഇത് ഒഴിക്കുകയാണ് വേണ്ടത്. നല്ലോണം മൂത്തുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്തിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം മൂടി വെച്ചാൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മളതൊരു വേറൊരു ബൗളിലേക്ക് ഇത് കറി ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ മീൻകറി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചയൂണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യാം.